എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് എന്ന് കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ഉത്തരേന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളും റിപ്പോർട്ട് ചെയ്തതിനു ശേഷം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം നടത്തുന്ന പല പ്രതികരണങ്ങളിലും കേരളത്തിലെ ചർച്ച ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളല്ല, പൊതുവെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു സ്ത്രീ വിരുദ്ധ രാഷ്ട്രീയമാണ് കാലങ്ങളായി പിന്തുടരുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പാട്രിയാർക്കൽ സമീപനമുള്ള കുറെ നേതാക്കളാണ്. അവർ സ്ത്രീകളെ ആ രാഷ്ട്രീയ പാർട്ടിയിൽ വളരാൻ സമ്മതിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ക്യാബിനറ്റിൽ വന്നിട്ടുള്ള സ്ത്രീകൾ അവർക്ക് കൊടുത്തിട്ടുള്ള പോർട്ട്ഫോളിയോസ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ ഡിഫൻസും ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയവും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയിലെ MHRDയും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ വകുപ്പും അങ്ങനെ ഇന്ത്യയിലെ നിരവധി വകുപ്പുകൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് കൈകാര്യം ചെയ്തത്, എണ്ണപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തത് സ്ത്രീകളായിരുന്നു. ഇതിലും വലിയ അംഗീകാരം തള്ളത് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി റിപ്പബ്ലിക് ചാനലിൽ പോയി അല്ലെങ്കിൽ ടൈംസ് നൗ ചാനലിൽ പോയി നടത്തി കൊടുക്കുമ്പോൾ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് 25 വട്ടം ആവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. അത് യാഥാർത്ഥ്യമാക്കി മാറ്റിയത് നരേന്ദ്രമോദിയാണ്. അതിൽ നിങ്ങൾക്ക് തർക്കമുണ്ടോ? അതുകൊണ്ടാണ് സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ അവർ സ്വീകരിക്കുന്നത്, വോട്ട് ചെയ്യുന്നത്. അതിലൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. വനിതാ സംവരണ ബിൽ അട്ടിമറിക്കാൻ വേണ്ടി നിന്നവരാണ് നിങ്ങൾ. സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനുള്ള BJPയുടെ ശ്രമങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്നവരാണ് നിങ്ങൾ. രാജ്യസഭയിലെ കൃത്രിമമായിട്ടുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന നിയമങ്ങൾ രാജ്യസഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിച്ചവരാണ് നിങ്ങൾ. മുത്തലാഖ് ഉൾപ്പെടെയുള്ള കരി നിയമങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇന്ത്യൻ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ചരിത്രപരമായ തീരുമാനം കൈക്കൊണ്ടപ്പോൾ അതിനെതിരായി മതപൗരോഹിത്യത്തിന് വേണ്ടി ബാറ്റ് ഏന്തിയവരാണ് നിങ്ങൾ. ഷബാനു കേസ് വിധി ഉൾപ്പെടെയുള്ളവർ അതിന് ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറിമായ്ക്കുന്നതിൽ, നിങ്ങളുടെ നേതാക്കന്മാർ ഭയപ്പെട്ട് കുറിമായ്ക്കുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം നിങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മുസ്ലിം പ്രീണനമാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. അത് മുസ്ലിങ്ങളെ കുഴപ്പമല്ല, കോൺഗ്രസിന്റെ കുഴപ്പമാണ്. കോൺഗ്രസ് അവരെ പ്രീണിപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു, വോട്ട് ബാങ്കിനെ തങ്ങളുടെ ഒപ്പം നിർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മുസ്ലിം മതപൗരോഹിത്യത്തിനെ പിന്തുണയ്ക്കുന്നു. സാധാരണക്കാരനായ ഒരു മുസ്ലിമിന്, ഈ രാജ്യത്ത് ഒരു മുസ്ലിമിനും കോൺഗ്രസിന്റെ ഭരണം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. കാരണം സാധാരണക്കാരനായ മുസ്ലിമിന്റെ ഈ രാജ്യത്തെ പ്രശ്നം എന്താ? അവന് വീടില്ലാത്തത് അവന്റെ പ്രശ്നമാണ്, അവന് കുടിവെള്ളമില്ലാത്തത് അവന്റെ പ്രശ്നമാണ്, അവന് നല്ല റോഡില്ലാത്ത അവന്റെ പ്രശ്നമാണ്, അവന്റെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ലാത്ത അവന്റെ പ്രശ്നമാണ്, അതുപോലെ തന്നെ മികച്ച സംവിധാനങ്ങൾ, ആരോഗ്യ ചികിത്സാ സംവിധാനങ്ങളില്ലാത്ത അവന്റെ പ്രശ്നമാണ്. ഈ രാജ്യത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമില്ലാത്തവനും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ തന്നെയാണ് മുസ്ലിങ്ങളുടെയും പ്രശ്നം. പക്ഷേ ഇവർ കണ്ട പ്രശ്നങ്ങൾ മുഴുവൻ മതപരമായ കാര്യമായിരുന്നു. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം മതം മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്ന ആഖ്യാനം കൊണ്ടുവന്ന് അവരെ ഈ രാജ്യത്തിന്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റിയത്, ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് അവരെ മാറ്റിയത് കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയമാണ്. അതിന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം മലബാറിലെ ചില ജില്ലകളിൽ പോയ സമയത്ത് ചില മുസ്ലിം സഹോദരങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നോക്കൂ, ഇസ്ലാമിക വിശ്വാസപ്രകാരം ബിസിനസ് ചെയ്യാനുള്ള അവസരം ആദ്യമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൊടുത്താരാണ്? അതും നരേന്ദ്രമോദി. എങ്ങനെയാണ് സംഭവിക്കുന്നത്? രാജ്യത്ത് GST സംവിധാനം കൊണ്ടുവന്ന് സമ്പൂർണമായ നികുതി അടച്ചുകൊണ്ട് രാജ്യത്ത് കച്ചവടം ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നികുതി അടയ്ക്കാത്ത, കൈക്കൂലി കൊടുത്ത് നിരവധി ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഉൽപാദന സ്ഥലത്ത് നിന്നും കേരളത്തിലേക്ക് വരുന്നൊരു സാധനം ഇവിടുത്തെ ഒരു മുസ്ലിം വ്യാപാരി കച്ചവടം ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ലാഭം ഇസ്ലാമിക വിശ്വാസപ്രകാരം ഹറാമാണ്. അപ്പൊ ഹറാമല്ലാതെ ഹലാലായി കച്ചവടം നടത്താനുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉണ്ടാക്കി കൊടുത്തു പോലും നരേന്ദ്രമോദിയാണ് എന്ന് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മുസ്ലിം സമൂഹവും BJPക്ക് ഒപ്പം നിൽക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിന്റെ സമീപനം അത് പത്മജ വേണുഗോപാൽ മാത്രം പറഞ്ഞതല്ല, നിങ്ങളുടെ പല നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ രാമക്ഷേത്രത്തെ തള്ളിപ്പറയുന്നു, ജയ് ശ്രീരാമനെ നിങ്ങൾ തള്ളിപ്പറയുന്നു, രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്തൊക്കെ ഹിന്ദു വിശ്വാസികളെ ആക്ഷേപിക്കുന്നു, ജയ് ശ്രീരാമനെ ആക്ഷേപിക്കുന്നു. ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് കിട്ടുമെന്ന് തോന്നുന്നുവോ ആ സമയത്തൊക്കെ പൂണൂലിട്ട് അമ്പലത്തിൽ പോകും രാഹുൽ ഗാന്ധി. അല്ലാത്ത സമയത്ത് ഹിന്ദു വിശ്വാസങ്ങളെ തള്ളിപ്പറയും. രാമന്റെ അസ്തിത്വത്തെ പോലും കോടതിയിൽ പോയി രാമൻ ജീവിച്ചിട്ടില്ല എന്ന് അഫിഡവിറ്റ് കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്.